എന്തായാലും എടുത്തോണ്ട് പോവാ. ആ മൊത്തം കേട്ടാ? പണയം ഇരിക്കുവാ. ഏ മൊത്തം പണയം ഇരിക്കുവാ. മൊത്തം ഇല്ല, ലോക്കറി ഇരിക്കുവല്ലേ, ബാക്കി എടുത്തോണ്ട് പോവാ. ലോക്കർ ഇരിക്കുവല്ല. 9.5. ആ ഒരു 8-9. 8-9 ലക്ഷത്തിനാ? എന്നുവെച്ചാ HDFC അടയ്ക്കാനും ബാക്കി വിസ്മയുടെ ഒരു 2.5 കൊടുക്കാനും. ഇതൊക്കെ ആരടുത്ത് ചോദിച്ചിട്ടാ ചെയ്തത്? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇതെല്ലാം. നീ ആരടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്തത്? നമസ്കാരം. കൊല്ലം കുണ്ടറയിൽ വീണ്ടും ഗാർഹിക പീഡനം. അത് മറ്റൊന്നുമല്ല, ഒരാഴ്ച ആയത്, കല്യാണം കഴിഞ്ഞിട്ട് വെറും ഒരാഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് സ്വർണം തിരിച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് തന്നെ ഉപദ്രവിച്ചതായിട്ട് പിന്നീട് ഈ പറയുന്ന ഭാര്യ പറയുന്നുണ്ട്. വെറും ഒരാഴ്ചയോടെ എന്നെ തലക്കടിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഭാര്യയുടെ ആരോപണം. ഈ പറയുന്ന നിവിൻ എന്താണ് അവൻ്റെ പേര്, അവൻ ഈ ബിവറേജ് കോർപ്പറേഷനിൽ എനിക്ക് സപ്ലയറായിട്ട് ബിവറേജ് കോർപ്പറേഷനിൽ അവന് ജോലിയുണ്ട്. അവന് എതിരായിട്ട് ഗാർഹിക പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 29-കാരി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ബാങ്ക് ഉദ്യോഗസ്ഥയും രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണ്. ഇവരെന്ത് ചെയ്തിട്ട് അപ്പം കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടുള്ളൂ. അതിനിടയ്ക്ക് തന്നെ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പരാതിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം ആ വാർത്തയൊന്ന് കേട്ടിട്ട് വരിക. എനിക്ക് പുള്ളിയെ 10 വർഷമായിട്ട് അറിയാവുന്ന അങ്ങനെ വീട്ടിൽ വന്ന് ആലോചിച്ച് കല്യാണം നടത്തിയത്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഇവർക്ക് വീട് വേണം, ഇത്ര ഗോൾഡ് വേണം, ഇത്ര ക്യാഷ് വേണം, അങ്ങനെയൊക്കെ നിർബന്ധം പിടിച്ചായിരുന്നു. പിന്നെ പപ്പ അതൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഇങ്ങോട്ടൊരു ഡേറ്റ് പറഞ്ഞു, നമ്മൾ കല്യാണം ഫിക്സ് ചെയ്യുമായിരുന്നു. 10 വർഷത്തെ പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ മാസം 25-നാണ് പേരയം സ്വദേശിയായ നിതിനും നാന്തിരിക്കൽ സ്വദേശിയായ 29-കാരിയും തമ്മിൽ വിവാഹം നടന്നത്. 20 പവൻ സ്വർണ്ണാഭരണം യുവതിയുടെ വീട്ടുകാർ സമ്മാനമായി നൽകിയിരുന്നു. 29-ന് സ്വർണ്ണാഭരണം എവിടെയെന്ന് ഭർത്താവ് നിതിൻ ചോദിച്ചപ്പോൾ പണയം വെച്ചെന്നായിരുന്നു യുവതിയുടെ മറുപടി. എന്തായാലും എടുത്തോണ്ട് പോവാ. മൊത്തം പണയം ഇരിക്കുവാ. മൊത്തം പണയം ഇരിക്കുവാ. മൊത്തം ഇല്ല, ലോക്കറി ഇരിക്കുവല്ലേ, ബാക്കി എടുത്തോണ്ട് പോവാ. ലോക്കർ ഇരിക്കുവല്ല. 9.5. ഒരു 8-9. 8-9 ലക്ഷത്തിനാ? എന്നുവെച്ചാ HDFC അടയ്ക്കാനും ബാക്കി വിസ്മയുടെ ഒരു 2.5 കൊടുക്കാനും. ഇതൊക്കെ ആരടുത്ത് ചോദിച്ചിട്ടാ ചെയ്തത്? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇതെല്ലാം. നീ ആരടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്തത്? പിന്നീട് കിടപ്പുമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. അടിക്കുകയും കടിക്കുകയും ചെയ്തതിന്റെ അടയാളം യുവതിയുടെ ശരീരത്തിലുണ്ട്. ആദ്യം എൻ്റെ തലയിലെല്ലാം അടിച്ചു, പിന്നെ എന്താ കഴുത്തിൽ ഞെക്കി ശ്വാസം മുട്ടിച്ച് അങ്ങനെ കൊല്ലാനായി നോക്കുന്നതാണ്, അങ്ങനെ ചെയ്തു. ഒത്തിരി തവണ മുടിയെല്ലാം വലിച്ചു പിച്ചി, കയ്യിൽ കടിച്ചു, 3 തവണ കടിച്ചു. എൻ്റെ തലയിലാണ് കൂടുതൽ അടിച്ചത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പാട് വരാതെ അടിക്കാൻ അറിയാം. എന്നിട്ട് ഓരോ കാര്യം പറഞ്ഞ് ഉപദ്രവിക്കും, പിന്നെ പുള്ളി റെസ്റ്റ് എടുക്കും, പിന്നെയും വന്ന് ഓരോന്ന് പറഞ്ഞ് ഉപദ്രവിക്കും, റെസ്റ്റ് എടുക്കും, അങ്ങനെ ആയിരുന്നു. പത്തനംതിട്ട കൊടുമണ്ണിൽ ബവറേജസ് മന്തിക്കടയിലെ ജീവനക്കാരനാണ് നിതിൻ. സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് നിതിന്റെ വീട്ടുകാർ പറയുന്നു. യുവതി നിതിനെ ആക്രമിച്ചെന്നും ആരോപണം. ഗാർഹിക പീഡനത്തിന് നിതിനെതിരെ കേസെടുത്തതായി കുണ്ടറ പോലീസ് അറിയിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വാർത്തയിൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ 10 കൊല്ലമായിട്ട് പരിചയമുണ്ടെന്നാണ് ഈ യുവതി പറയുന്നത്. 10 കൊല്ലമായിട്ട് ഇവർ പ്രണയത്തിലായതിനു ശേഷം എന്ത് ചെയ്തു, അവൻ കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ അവനക്ക് സ്വർണവും വീടോ സ്ഥലമൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ യുവതിയുടെ അച്ഛൻ പറഞ്ഞു എൻ്റെ മക്ക് അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തിരിച്ചുപോയി. ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർ തന്നെ വന്ന് ഒരു ഡേറ്റ് ഫിക്സ് ആക്കുന്നു. അതിനുശേഷം കല്യാണം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിനൊരു ചെറിയൊരു അസ്വാഭാവികത ഉണ്ട്. കാരണം ഇത്രയും സ്വർണം വേണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വന്ന് കല്യാണം, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ കല്യാണമാണോ നടത്തിയത്, അതോ എന്തെങ്കിലും പറഞ്ഞ് കല്യാണം നടത്തിയതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു, നമുക്ക് ലോജിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ. അതിനുശേഷം ഇവൾ പറയുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 20 പവൻ്റെ ആഭരണം ഇട്ടിട്ടാണ് ഇവൾ അയച്ചത്, അതായത് കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം എന്ത് ചെയ്തു, ഈ പറയുന്ന ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇവൾ വീട്ടിൽ പോയപ്പോൾ, ഈ പെൺകുട്ടി വീട്ടിൽ പോയപ്പോൾ അതിൻ്റെ അവർ തമ്മിൽ സംസാരിച്ച ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ആ കോൾ റെക്കോർഡിങ്ങിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കേസ്, അവൻ ചോദിക്കുന്നുണ്ട് പിന്നീട് ആ സ്വർണം നീ എടുത്തിട്ട് വാ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നത് അത് എൻ്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ അവിടെ പറയുമ്പോൾ ചെറിയൊരു സങ്കോചം, ചെറിയൊരു ഒരു പേടി പോലെ, ഒരു കള്ളം പറയും പോലെ എനിക്കവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരാളുടെ ഭാഗം മാത്രം, ഇപ്പം ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ കേട്ടത്.
അവൻ്റെ ഭാഗം കൂടി കേട്ടാൽ മാത്രമേ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. അതുമല്ല, ഈ പറയുന്ന 10 കൊല്ലം നിങ്ങളിങ്ങനെ പ്രണയിച്ചപ്പോൾ ഒന്നും ഇവൻ്റെ സ്വഭാവം നിങ്ങൾ അറിഞ്ഞില്ലേ എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ. കാരണം 1-2 കൊല്ലമല്ല, 10 കൊല്ലം തുടർച്ചയായിട്ട് പ്രേമിച്ചിട്ടുണ്ട്. അതിനുശേഷം അവൻ സ്ത്രീധനം വാങ്ങുന്നു, നിങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കാൻ താല്പര്യമില്ല, തരില്ല എന്ന് പറയുന്നവൻ പോയതിനു ശേഷം വീണ്ടും തിരിച്ചു വന്ന് കല്യാണം നടത്തി, അപ്പോൾ വീണ്ടും അവൻ സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലേ എന്നുള്ളതൊക്കെ ഇവിടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ആ വോയിസ് റെക്കോർഡിൽ അവൻ പറയുന്നുണ്ട്, ആ സ്വർണം നീ വരുമ്പോൾ ആ സ്വർണം അങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് സ്വർണം എൻ്റെ ഇല്ല. അപ്പോൾ അവൻ മറ്റൊന്ന് വേറെ വീണ്ടും പറയുന്നുണ്ട്, കുറച്ച് ബാക്കി ലോക്കറിലല്ലേ ഇരിക്കുന്നത്, അതിങ്ങ് എടുത്തിട്ട് വാന്ന് പറയും. അപ്പോൾ അതിനർത്ഥം ഇവൾ കുറച്ച്, അപ്പോൾ ഇവൾ പറയുന്നത് എന്താണ്, അത് ഇല്ലാതെ നമ്മൾ പണയം വെച്ചു എന്ന് പറയും. അപ്പോൾ പണയം വെച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞില്ല, ലോക്കറിലല്ലേ ഇരിക്കുന്നത്, ബാക്കിയുള്ള ലോക്കറിലുള്ളത് ഇങ്ങ് എടുത്തുകൊണ്ട് വാ എന്നാ പറയുക. അതായത് എനിക്ക് തോന്നുന്നത്, ഇത് കേട്ടിട്ടില്ലെങ്കിൽ അവൻ്റെ ആ ഒരു സംഭാഷണം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് 20 പവൻ കൊടുത്തിട്ടുണ്ടാവാം. അതിനകത്ത് ഇവളെന്ത് ചെയ്തു, വീട്ടിൽ പോയപ്പോൾ എന്തോ കുറച്ച് സ്വർണം ഞാൻ എന്ത് ചെയ്തു, പണയം വെച്ചു, ബാക്കിയുള്ളത് ലോക്കറിലുണ്ട് എന്ന് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ ആരെയും ഇവിടെ വെള്ളപൂശുകയല്ല, നമുക്ക് ആ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ബാക്കി ലോക്കറിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതാണ് ഇവൾ ഇത് പറയാനൊന്നും മടിച്ചത്. അതിനുശേഷം ഇല്ല, ലോക്കറിലില്ല, അതും കൂടി പണയം വെച്ചു എന്ന് ആരുടെ അടുത്ത് പറയുന്നു, ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം ഭർത്താവ് ദേഷ്യപ്പെടുന്നു, ആരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അത് ചെയ്തതെന്നുള്ള ഈ പറഞ്ഞുള്ള ദേഷ്യം സ്വാഭാവികമായിട്ട് അവനുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഈ കള്ളം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരാഴ്ച ആയിട്ടുള്ളൂ, ചിലപ്പോൾ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ ചിലപ്പം ഈ കല്യാണ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ എന്ത് ചെയ്തു, പണയം വെച്ചിട്ടുണ്ട്, കുറച്ച് ഞാൻ ലോക്കറിൽ വെച്ചിട്ടുണ്ടെന്ന് ഭർത്താവിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ശരി പണയം വെച്ചത് പോട്ടെ, ഞാൻ ലോക്കറിൽ ഇരിക്കുന്ന എടുത്തുകൊണ്ട് വാ എന്ന് പറയും. ഇല്ല, ഞാൻ അതും കൂടി പണയം വെച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിന് ദേഷ്യം ഉണ്ടായിരിക്കണം. അത് ആ ഒരു ഇതിൽ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, നീ എൻ്റെ അടുത്ത് പറയാതെ എന്തിനു ചെയ്തു എന്നുള്ളത് പറഞ്ഞതിൽ തെറ്റായിട്ട് തോന്നില്ല. പിന്നെ ഇവിടെ ഇതിനകത്ത് പറയുന്നത്, ഈ ഒരു ആദ്യം പറഞ്ഞത് ഏതാണ്ട് 20 പവൻ സ്വർണം കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ 20 പവൻ സ്വർണം കൊടുത്തിട്ട് ഏതാണ്ട് 9 ലക്ഷം വരെ പിന്നീട് പണയം വെച്ചു എന്ന് പറയും. 20 പവൻ്റെ സ്വർണ്ണമൊക്കെ വെച്ചാൽ 9 ലക്ഷം രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ അത്രയും കിട്ടുവാൻ എനിക്ക് ചാൻസ് വളരെ കുറവാണ്. ഈ 20 പവൻ വെച്ചിട്ട് 9 ലക്ഷമൊക്കെ എങ്ങനെ പിന്നെ ലോൺ കിട്ടണമെന്ന് അറിയത്തില്ല. അവിടെയും എനിക്കൊരു ഒരു ചെറിയൊരു വിഷയമുണ്ട്. അതിനുശേഷം ഇവൾ വീട്ടിൽ ചെന്നതിന് ശേഷം എന്ത് ചെയ്തു, ഇവൾ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പെൺകുട്ടി പറയുന്നതനുസരിച്ച് അവളെ ആദ്യം തലക്കടിച്ചു വന്നു, അതിനുശേഷം ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങോട്ട് നല്ല രീതിയിൽ മർദ്ദിക്കുകയും അവളെ കൊല്ലാൻ ശ്രമിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ വീണ്ടും ഉപദ്രവിക്കും, കുറച്ചു നേരം റെസ്റ്റ് ചെയ്യും, അതിനുശേഷം വീണ്ടും വന്നും അടിക്കുകയും ഒക്കെ ചെയ്തു. അതൊരിക്കലും ഒരു ആണിന് ചേർന്ന പണിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൻ അനുഭവിക്കുക തന്നെ. എന്തായാലും അതൊരു കള്ളമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വോയിസിൽ കുറച്ച് കള്ളങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തെങ്കിലും അടിച്ചു എന്നുള്ളതിന് കള്ളമായിട്ട് തോന്നിയിട്ടില്ല. അതിനെ ഒരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല. അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവളെ നേരെ വന്നിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. ഇത് ഞാൻ അത്ഭുതപ്പെടുന്ന ഒരാഴ്ചയേ ഉള്ളൂ, 10 കൊല്ലത്തെ പ്രണയം ഒരാഴ്ച കൊണ്ട് തീരുന്നു. ഒരാഴ്ചക്കകത്ത് അവൻ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവൾ തിരിച്ചു വന്നിട്ട് ഇവൾ എന്ത് ചെയ്തു, പിന്നെ കേസ് കൊടുക്കുന്നു. അവനെ ഗാർഹികപ്പെട്ടു. അതിന് അവൻ എന്ത് ചെയ്തു, അവനെതിരായിട്ട് കേസെടുക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഈ പെൺകുട്ടി ഒരിക്കലും എന്ത് ചെയ്തില്ല, ഈ പറഞ്ഞതുപോലെ വെച്ചുകൊണ്ടിരുന്നില്ല. പല പെൺകുട്ടികളും ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ ഗാർഹിക പീഡനം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആരുടെ പറയാതെ നാണക്കേടല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അമ്മയുടെ അടുത്ത് പോലും പറയത്തില്ല. അവസാനം എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മടിയായി അവസാനം മരണപ്പെടുക, അല്ലെങ്കിൽ ഇത് കൈവിട്ട് പോകുമ്പോഴേ നമ്മൾ തന്നെ അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ അറിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ഈ പറയുന്ന പെൺകുട്ടി ചെയ്ത ഒരു ധീരമായ ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ അവളെ നേരെ കൊണ്ട് കേസ് കൊടുത്തു. ഒരു മരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവളെന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് വന്നൊരു കേസ് കൊടുത്തു എന്നുള്ളത് വളരെ നല്ല കാര്യം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവനൊരു ചിലപ്പോൾ പ്രാന്തനായിരിക്കും, അവനൊരു സൈക്കോ ആയിരിക്കും. അവൻ ഈ ഒരാഴ്ച കൊണ്ട് താങ്കളെ ഇത്രയും വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കണമെങ്കിൽ അവൻ നാളെ താങ്കളെ കൊല്ലാനും മടിക്കത്തില്ല. മനസ്സിലായി? ഇത്രയും പരിക്ക് ഒരാഴ്ച ആയിട്ടുള്ള ഇത്രയും 10 കൊല്ലത്തെ പ്രണയം, എന്നിട്ടും ഈ പറയുന്ന എന്താണ് സ്വർണത്തിന് വേണ്ടിയിട്ട് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കണമെങ്കിൽ അവനൊരു സൈക്കോ ആയിരിക്കണം, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ എന്തായാലും ധൈര്യത്തോടു കൂടി എന്ത് ചെയ്തു, പെൺകുട്ടി വന്ന് കേസ് കൊടുത്തതിൽ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതുമല്ല, ഇത് നമുക്ക് ഒരു സൈഡ് മാത്രമേ നമുക്കിത് കേട്ടിട്ടുള്ളൂ. ഇനി അവൻ പറയുന്ന ഒരു സൈഡ് കൂടിയുണ്ട്. അതുമല്ല, അവരതിനകത്ത് അവർ തിരിച്ചൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഈ പെൺകുട്ടിയാണ് അവനെ മർദ്ദിച്ചത്, ഈ പുരുഷനെ അല്ലെങ്കിൽ ഈ പറയുന്ന നിവിനോ
ആ പറയുന്ന അവനെ പിന്നെ മർദ്ദിച്ചത് ഈ പെൺകുട്ടിയാണ്, കള്ളക്കേസാണ് കൊടുത്തത്, പരസ്പരം അങ്ങോട്ട് അടിയായി എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന കേസ്. അപ്പോൾ ഇതിൽ രണ്ടുപേരെ ഭാഗം കേട്ടാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു സംഭവം പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയെ എന്ത് കാരണമായിക്കോട്ടെ, അവളെ തിരിച്ചടിച്ചോ എന്തോ ആയിക്കോട്ടെ, ഇമാതിരി അതും ഒരാഴ്ച കൊണ്ട് ഒരു നവവധുവാണല്ലേ, ഒരാഴ്ച ഒരു കല്യാണത്തിന്റെ പുതുമ പോലും മാറിക്കാണല്ലോ, ആ സമയത്ത് സന്തോഷിച്ച് സുഖിച്ചൊക്കെ ജീവിക്കാനുള്ള സമയത്ത് ഇങ്ങനെ വന്ന് ഇത്രയുമുള്ള പീഡനം ഏൽപ്പിച്ചവൻ സൈക്കോ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. അവന് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തു. ഈ ഒരു വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരുടെ ഭാഗത്തായിരിക്കും തെറ്റ്? ഈ പറയുന്ന വോയിസിൽ എന്തെങ്കിലും കള്ളങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ കമൻറ്റുകളിലായി രേഖപ്പെടുത്തുക. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.